7 വർഷങ്ങൾക്ക് ശേഷം അധ്യാപകൻ എന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് തുറന്ന പറച്ചിലുമായിട്ട് വിദ്യാർത്ഥിനി വന്നിരിക്കുകയാണ്. അത് വിദ്യാർത്ഥിനിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഭർത്താവുമായി വന്നിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന് ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ്. ചില ആളുകളുടെ പ്രേരണ മുഖേന അന്ന് ഞാൻ അധ്യാപകനെതിരെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ഇപ്പൊ 7 വർഷങ്ങൾക്ക് ശേഷമാണ് ആ വിദ്യാർത്ഥിനി തുറന്നു പറഞ്ഞത്. ജോമോൻ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ കോട്ടയം ഭാഗത്ത് ഒരു പാരാമെഡിക്കൽ സ്ഥാപനം നടത്തിയിരുന്നു. ആ സ്ഥാപനത്തിൽ പഠിച്ചിരുന്ന എറണാകുളം സ്വദേശിനിയാണ് ഈ വിദ്യാർത്ഥിനി. അങ്ങനെ ആ സമയത്ത് എന്തോ വിഷയത്തിന്റെ പേരിൽ തന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തിട്ട് ഈ ജോമോൻ ഒരുപാട് അവഗണനയും അതുപോലെ തന്നെ അസ്വസ്ഥതകളൊക്കെ സഹിച്ചു. കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്റെ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാതെ വേദനിച്ച് ഒരുപാട് നീറി ജീവിച്ച മനുഷ്യനായിരുന്നു ഈ ജോമോൻ എന്ന് പറയുന്ന അധ്യാപകൻ. എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനം അടച്ചുപൂട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ പിന്നീട് ജാമ്യത്തിനൊക്കെ ഇറങ്ങിയിട്ട് അദ്ദേഹം ശരിക്കും തന്റെ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇടങ്ങറായി ബുദ്ധിമുട്ടി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഈ എറണാകുളം സ്വദേശിനിയായ വിദ്യാർത്ഥിനി 7 വർഷങ്ങൾക്ക് ശേഷം, അവള് വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, അവിടെ കൂടെ ഒരു ഭർത്താവുണ്ട്, അവരുമായിട്ട് വന്നിട്ടാണ് ഇപ്പൊ തന്റെ നിരപരാധിത്വം, അതായത് ജോമോൻ ഒരിക്കലും എന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്നും എന്റെ അധ്യാപിക നിരപരാധിയാണെന്നും അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ചില ആളുകളുടെ പ്രേരണ മുഖേനയാണ് ഞാൻ ഇങ്ങനെ ഒരു കേസ് കൊടുത്തതും ഇങ്ങനെ അദ്ദേഹത്തിനെതിരെ പറഞ്ഞതും എന്നൊക്കെ ഇന്ന്, അതും അവരുടെ ഒരു കൂട്ടുകുടുംബത്തിന്റെ ഒക്കെ മുന്നില് പള്ളിയിൽ വെച്ച് എന്തോ ഒരു ശുശ്രൂഷക്ക് വന്ന സമയത്ത് പള്ളിയിൽ വെച്ചിട്ട് പരസ്യമായി മാപ്പ് ചോദിച്ചിരിക്കുകയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞ ജോമോൻ ഇപ്പൊ കേസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. കേസ് പിൻവലിച്ചു, നിരപരാധിയാണെന്ന് ഇപ്പോ എല്ലാവർക്കും മനസ്സിലായി. എങ്കിലും ഇപ്പോഴും പലരുടെയും ഉള്ളിൽ ഒരു പക്ഷേ പല രീതിയിൽ സംശയങ്ങൾ ഉണ്ടായേക്കാം. ജോമോൻ പൈസ കൊടുത്തിട്ടാണോ പിൻവലിപ്പിച്ചത്, അങ്ങനെ എന്തോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 7 വർഷങ്ങൾക്ക് ശേഷം തുറന്ന പറച്ചിലാണ് ആ വിദ്യാർത്ഥി നടത്തിയത്. 7 വർഷം ഈ ഒരു അധ്യാപകൻ, ഈ ഒരു യുവാവ് അനുഭവിച്ച ഒരു വിഷമുണ്ട്, വല്ലാത്തൊരു വിഷമാണ്. ഇത് മനസ്സിലാക്കാതെ പോവരുത്. ഇവിടെ നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ സാമൂഹ്യ ജീവികളാണല്ലോ, മനുഷ്യന്മാരല്ലേ, സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ. അപ്പൊ നമ്മൾ തമ്മിലൊക്കെ എതിരഭിപ്രായങ്ങളും വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലുള്ള കള്ളക്കേസുകൾ, അത് കളവിൽ കൊടുക്കുക, അതുപോലെ തന്നെ ഈ പീഡന കേസിൽ കൊടുക്കുക, അത്രയും കാര്യങ്ങൾ ഒരാളുടെയും മനസ്സിൽ ഉണ്ടാവരുത്. കാരണം ഇന്ന് ജോമോൻ നിരപരാധിയാണെന്ന് എല്ലാവരുടെയും മുന്നിൽ ആ ഒരു വിദ്യാർത്ഥിനി തുറന്നു പറഞ്ഞു, വിളിച്ചു പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഈ 7 വർഷം സംഭവിച്ച ഒരുപാട് നഷ്ടങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ അഭിമാനത്തിൽ ശരിക്കൊരു ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും വല്ലാത്തൊരു ദാരിദ്ര്യത്തിന്റെ മേഖലയിലൂടെ കടന്നുപോയി. ആരും അദ്ദേഹത്തിനെ വിശ്വസിക്കാത്തൊരവസ്ഥ വന്നു. എന്തിനേറെ പറയുന്നു, സ്വന്തം കുടുംബത്തിൽ പോലും ഒരു പക്ഷേ ഒന്നുമില്ലാതെ ആ കുട്ടി ഇങ്ങനെ പറയില്ലല്ലോ എന്നുള്ളൊരു ചർച്ച ഉണ്ടായിട്ടുണ്ടായേക്കാം. പക്ഷെ ഇന്ന് നിരപരാധിയായിട്ട് അദ്ദേഹം കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട്, കേസ് പിൻവലിച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പല കേസുകളും ഇങ്ങനെയാണ്. ഇപ്പൊ ഈ പോക്സോ എന്നൊക്കെ പറയുന്ന ചില കേസുകളിലൊക്കെ പിന്നീട് കുട്ടികൾ പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞാൻ മറ്റൊരാൾ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞതാണ്, അതല്ലെങ്കിൽ അധ്യാപകൻ ഞങ്ങളെ ചീത്ത പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ഞാനും എൻ്റെ ചെറിയ സ്നേഹമുള്ള കാമുകനുമായി കൂടിയിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കെതിരെ ചീത്ത പറഞ്ഞ് വീട്ടുകാരെ വിവരമൊക്കെ അറിയിച്ചിട്ട് ഞങ്ങളെ വീട്ടുകാരെ ചീത്ത പറഞ്ഞു, ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയതാണെന്നൊക്കെ പല കേസുകൾ പൊളിഞ്ഞതായിട്ടും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ വളരെ മോശമായിട്ട് പെരുമാറുന്ന അധ്യാപകരുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അധ്യാപകർ മാത്രമല്ല, മനുഷ്യന്മാരിൽ പല ആളുകളും കുട്ടികളെയൊന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ കുട്ടികളോടുള്ള ഒരു കാരുണ്യം കാണിക്കാതെ തനി ഞരമ്പിന്റെ സൂക്കടായിട്ട് നടന്നിട്ട് വളരെ മോശമായിട്ട് പെരുമാറുന്നവരുണ്ട്. അവരൊക്കെ പോക്സോ കേസിലും ഇതുപോലെ തന്നെ പരാതികൾ നൽകിയ ഉള്ളിൽ തന്നെ കെടുക്കണം. അവരൊക്കെ സമൂഹത്തിൽ അപമാനം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ തന്നെ ജീവിക്കണം. പക്ഷേ ഇങ്ങനെ നിരപരാധിയായ അധ്യാപകരും അതുപോലെ തന്നെ സമൂഹത്തിൽ വർക്ക് ചെയ്യുന്ന ഓരോ നേതാക്കന്മാരെയൊക്കെ പലപ്പോഴും പല സ്ത്രീകൾ ഇങ്ങനെ കുടുക്കിയതിന്റെ പല വാർത്തകളും നമ്മൾ കേട്ടതാണ്. പിന്നീട് അത് നിരപരാധിയാണെന്ന് പറയും. അന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പറയേണ്ടി വന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ചെറിയ വിഷയമല്ല നിങ്ങൾ ഈ പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഈ പ്രതികളാക്കിയിട്ട് ആരോപിക്കുന്ന ആളുകൾക്ക് മാതാവ്, പിതാവ്, ഭാര്യ, അതുപോലെ തന്നെ കുടുംബങ്ങളൊക്കെ ഉണ്ടായേക്കാം. അവരുടെയൊക്കെ മുന്നിൽ ഒരു നിമിഷം ഇത് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിട്ടുണ്ടായിരിക്കുക. മാത്രമല്ല, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആരോപണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മനക്കരുത്തില്ലാത്തവരുണ്ട്. അവർ പെട്ടെന്ന് പോയിട്ട് തൂങ്ങി മരിക്കുന്നവര്, ജീവിതം അവസാനിപ്പിക്കുന്നത്, ട്രെയിനിന്റെ മുന്നിൽ ചാടി എത്ര കേസുകൾ. ഇപ്പൊ അടുത്ത് തന്നെ നമുക്കറിയാമല്ലോ, ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ആളുടെ പേരിൽ
വ്യാജ ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കിയതിന്റെ പേരിൽ അദ്ദേഹം തന്റെ കുടുംബത്തെ മറന്നുകൊണ്ട് മനസ്സ് വിഷമിച്ച് സങ്കടപ്പെട്ടിട്ട് അദ്ദേഹം ഒരു ജോലിയിൽ നിന്ന് പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം കിട്ടിയിട്ട് പോവായിരുന്നു. ആ സന്തോഷം പങ്കിടാൻ വേണ്ടി വീട്ടുകാര് കാത്തിരിക്കുന്ന സമയത്ത് പൊടുന്നനെ, ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല, ഇങ്ങനെ അനാവശ്യമായിട്ട് ചില ആരോപണങ്ങളൊക്കെ നടത്തിയിട്ട് അദ്ദേഹം തൂങ്ങി മരിച്ച ഒരു വാർത്തയൊക്കെ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ കോളിലൊക്കെ സൃഷ്ടിച്ചതൊക്കെ നമുക്കറിയാം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല ആളുകൾക്കും മനക്കരുത്തുണ്ടാവില്ല ഇത്രയും ആരോപണങ്ങളൊക്കെ നേരിടാൻ. എന്നാൽ എല്ലാം ചെയ്തു വെച്ചിട്ടും എന്ത് തന്നെ പറഞ്ഞാലും ധീരമായിട്ട് അതിനെ നേരിടാനും ഒരു ഉളുപ്പുമില്ലാതെ നിൽക്കുന്ന നല്ല മനുഷ്യന്മാരുണ്ട്. നല്ല മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. പക്ഷെ ഈ രീതിയിൽ ഇങ്ങനെ വിഷമിപ്പിക്കരുത് ഒരു മനുഷ്യനെയും ഒരു കുടുംബത്തിനെയും. പലപ്പോഴും ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് വന്ന പല കുട്ടികളും തുറന്നു പറഞ്ഞിട്ടുണ്ട്, സാറേ ഇന്ന് വല്ലാത്തൊരു അവസ്ഥയിൽ ഞാൻ വല്ലാതെ വിഷമിക്കുന്നു, ഞാൻ എന്തെനിക്കറിയില്ല, മനസ്സിന് ആകെ അസ്വസ്ഥത. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? അപ്പൊ ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അധ്യാപകൻ ഞങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നു, ആ സമയത്ത് അധ്യാപകനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരിക്കൽ ഇങ്ങനെ കള്ളക്കഥ ഉണ്ടാക്കി അദ്ദേഹം കേസിൽ ഉള്ളിൽ പോയിട്ടുണ്ട്, പെട്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പിന്നെ പുറത്തിറങ്ങി, ഞങ്ങൾ ആ നിരപരാധിത്വമൊന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് ആ കേസിൽ എങ്ങനെയൊക്കെ അദ്ദേഹം പിന്നെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. എങ്കിൽ പോലും അവരിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും പല ആളുകൾ തുറന്നു പറയാറുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ മറ്റുള്ളവരെ അസ്വസ്ഥമാക്കിയിട്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നുള്ളത് ആരും വിചാരിക്കേണ്ട. ഞാനായിട്ടൊരു മനുഷ്യനെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അയാള് 10% അസ്വസ്ഥതയും വിഷമവും ത്യാഗവും അനുഭവിക്കുന്നെങ്കിൽ അതിന്റെ ഇരട്ടി നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു ഭാഗത്തിലൂടെ അനുഭവിക്കേണ്ടി വരും. അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി, ഇവിടെ എറണാകുളം സ്വദേശിനിയായ സഹോദരി, ആ വിദ്യാർത്ഥിനി മാപ്പ് പറഞ്ഞിട്ട് ക്ഷമാപണം നടത്തിയിട്ട് ജോമോനെ ഈ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി. നിരപരാധിത്വം ആളുകൾക്ക് മുന്നിലൊക്കെ തെളിയിക്കും ചെയ്തു. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ 7 വർഷം ആ പാവപ്പെട്ട മനുഷ്യൻ അനുഭവിച്ചൊരു വിഷമുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യൻ ജനങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് നടക്കേണ്ടി വന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അനുഭവിച്ചൊരു വിഷമുണ്ട്. ഇതിനൊക്കെ ആര് മറുപ്പ് പറഞ്ഞിട്ടെന്താ? ആര് മറുപടി പറഞ്ഞിട്ടെന്താ? എത്ര പൈസ കൊടുത്തിട്ടെന്താ? എത്ര നഷ്ടപരിഹാരം വാങ്ങിയിട്ടെന്താ? അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും ഈ രീതിയിലുള്ള ആരോപണങ്ങൾ നിങ്ങൾ നടത്തുക. വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് 2 കൊടുത്തിട്ട് ദേഷ്യം തീർക്കാം, അല്ലെ? എന്നാലും ഇത്ര പ്രശ്നമില്ല. പക്ഷെ ഈ രീതിയിലൊക്കെ ഇടങ്ങറാക്കുന്ന ഒരവസ്ഥ പലപ്പോഴും നമ്മുടെ പല മേഖലയിലുണ്ട്. രാഷ്ട്രീയ മേഖലയിൽ കാണാറുണ്ട്, അല്ലെ? നമ്മൾ ഇപ്പൊ അടുത്ത കാലത്തൊക്കെ കണ്ടതല്ലേ, പാവപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് ഒന്ന് ശരിക്കും എണീറ്റ് നടക്കാൻ പോലും ജീവനില്ലാത്ത മനുഷ്യന്മാരെ കുറിച്ചിട്ടൊക്കെയാണ് ഓരോ രീതിയിൽ പീഡന ആരോപണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ നിയമം അങ്ങനെ ആയതിന്റെ പേരിൽ ഒരു പക്ഷേ കൊണ്ടുപോയി ഉള്ളിലൊക്കെ കിടന്ന് കുറെ ദിവസങ്ങളും മാസങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴേക്കും എല്ലാവരുടെ ഉള്ളിലും ആ വ്യക്തി അതിന്റെ ആളായി തീർന്നിട്ടുണ്ടായേക്കാം. പിന്നെ അയാൾ നിരപരാധി ആയതൊന്നും പുറത്തേക്ക് അങ്ങനെ വരികയോ ചർച്ച ചെയ്യുകയോ ചെയ്യില്ല. ചാനൽ ചർച്ചകളിലൊക്കെ അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നേയും അങ്ങനെ കത്തിക്കയറും. എന്തോ ആവട്ടെ, ഇവിടെ ഈ ജോമോന്റെ ഒരു വാർത്ത വന്നതിന് പിറകെ എനിക്ക് പറയാനുള്ളത്, ദേഷ്യം തീർക്കാൻ വേണ്ടി കള്ളനാക്കുക, അത് പീഡനക്കാരനാക്കുക, അങ്ങനെയുള്ള ഈ വലിയ ഈ വിഷമങ്ങളൊന്നും നിങ്ങൾ ഒരു കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ വരുത്തരുത് കേട്ടോ. നമ്മുടെ അടുത്തൊക്കെ തെറ്റുകൾ സംഭവിക്കും, അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക നിമിഷത്തിൽ, ഒരു സാഹചര്യത്തിൽ. മനുഷ്യന്മാരാണല്ലോ. ആരാ ഇവിടെ എത്ര സേഫ്റ്റി ആയിട്ട് അല്ലെങ്കിൽ പാപ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നവര്? ആരുമില്ല. ഓരോരുത്തരുടെ അടുത്തും ഓരോരുത്തർക്കുള്ള ഓരോ പൊതി ഉണ്ടായിരിക്കും എന്നാ പറയാ. പക്ഷെ ഇവിടെ ഒരു ലെവലും ഇല്ലാതെ സ്ത്രീകളെ അല്ലെങ്കിൽ കുട്ടികളൊക്കെ പീഡിപ്പിക്കുന്ന ആളുകൾ, അവരൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് പുറം ലോകം കാണിക്കാത്ത രീതിയിൽ ഉള്ളിലിടന്നെ വേണം. അതിനെല്ലാവരും ഓക്കെയാണ്, ആരും എതിരഭിപ്രായമില്ല. പക്ഷെ എന്തേലും ഒരു ബിസിനസിന്റെ പേരിലോ അല്ലെങ്കിൽ എന്തേലും ഒരു പ്രേമോ പ്രണയോ ഒളിച്ചോട്ടൊക്കെ നടത്തിയിട്ട് അതിന് രക്ഷിതാക്കളോട് വിളിച്ചു പറഞ്ഞതിന്റെ പേരിലോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും മോശമായിട്ടുള്ള സാഹചര്യം കണ്ടപ്പോൾ അതിന് 2 ചീത്ത പറഞ്ഞതിന്റെ പേരിലൊക്കെ ഇതുപോലുള്ള അവസ്ഥയിലേക്ക് ഒരിക്കലും ഒരു സുഹൃത്തിനെയും തള്ളിയിടരുത് എന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്നു. കാരണം ഒരുപാട് ഇങ്ങനത്തെ വിഷയങ്ങൾ ക്ലിനിക്കിൽ പലപ്പോഴും വന്നിട്ട് അതിൽ ഇടപെട്ടൊരു വ്യക്തി എന്ന നിലക്കാണ് ഞാനിത് പറയുന്നത്. ഞാൻ പരസ്യമായിട്ട് അവരോട് പറയാം, നിങ്ങൾ ഒരിക്കലും ഈ ചെയ്തത് ശരിയല്ല. ഇതിന് ദൈവം നിങ്ങളോട് എന്താണെങ്കിലും ഒരു പ്രതികാരം ചെയ്യും, ഉറപ്പല്ലേ? ദൈവം നീതി നടപ്പിലാക്കുന്ന ഉറപ്പല്ലേ? അതിൽ യാതൊരു സംശയവും ഇല്ലല്ലോ. എന്താണെങ്കിലും ഇപ്പൊ ആ ജോമോനക്ക് നല്ലൊരു മനസ്സ്, ഒരു എന്താ പറയുക, സമാധാനം കിട്ടിയിട്ടുണ്ടായിരിക്കാം. അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമൊക്കെ, ആ ഒരു കുടുംബത്തിനൊക്കെ നല്ലൊരു അവസ്ഥയിലൂടെ ജീവിച്ച് ഉയരങ്ങളിൽ എത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടുകൂടെ ഇപ്പോഴെങ്കിലും ആ നല്ല മനസ്സുമായിട്ട് വന്ന ആ പ്രിയപ്പെട്ട സഹോദരി, ആ വിദ്യാർത്ഥിനി, അന്ന് വിദ്യാർത്ഥിനിയാണ്, ഇന്ന് കുടുംബിനിയായിട്ട് ജീവിക്കുകയാണ്, അവർക്കും നമുക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. കാരണം ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞല്ലോ ജോമോന്റെ അവസ്ഥ കണ്ടിട്ട്. ഈ ഒരു വിഷയം സംസാരിക്കാൻ കാരണം
ഇതുപോലുള്ള ഒരുപാട് കേസുകൾ ഇതിന്റെ മുന്നേയും നടന്നിട്ടുണ്ട്. പിന്നെ അതെങ്ങനെയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ചു കാലം ജയിലിലൊക്കെ കിടന്നിട്ട് അങ്ങനെ രക്ഷപ്പെടാറാണ് പ്രതികൾ. പക്ഷെ പരസ്യമായി മാപ്പ് പറഞ്ഞിട്ട് അത് ചില ആളുകളുടെ പ്രത്യേക താല്പര്യം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞുണ്ടാക്കിയതാണ്, ജോമോൻ നിരപരാധിയാണ് എന്ന് ഇത്രയും ആളുകൾക്ക് മുന്നിൽ, കുടുംബത്തിന് മുന്നിലൊക്കെ മാപ്പ് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നിരപരാധിത്യം വെളിവാക്കുന്ന ഒരു കാര്യപ്പെടുത്താണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ളത്. ചെയ്തത് നന്മയാണെങ്കിലും ഇതിന്റെ പിന്നാമ്പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ, അത് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളിലാണെങ്കിലും അത് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് കെട്ടുകഥകളിലൂടെ അതല്ലെങ്കിൽ പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടൊന്നും ഈ വക കേസുകളിൽ എൻ്റെ പൊന്നുമക്കളെ ആരെയും പ്രതി ചേർക്കുവാനോ അല്ലെങ്കിൽ ആരുടെയും കുടുംബത്തിന്റെ ഉറക്കം കെടുത്തുവാനോ നിങ്ങൾ ഒരിക്കലും നിൽക്കരുത് എന്ന് വളരെ താഴ്മയോട് കൂടി പറയുകയാണ്. അത്രയും വിഷമം അനുഭവിക്കുന്നവരാണ് ഇന്ന് സമൂഹത്തിൽ. ഇത്രയും പ്രശ്നങ്ങളിൽ പോക്സോ കേസിലൊക്കെ പെട്ട് പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിരപരാധിയായി പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ അവരുടെ കുടുംബം, ഒരു ചെറിയ കുട്ടിയുടെ പേരിൽ ഇത്രയും കാര്യങ്ങൾ, ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കാം, എന്തെങ്കിലും ചില പ്രതികാര കാരണത്താലായിരിക്കാം. പക്ഷെ ആ വ്യക്തിക്ക് മകളുണ്ടാവും, മകനുണ്ടാവും. അവരൊക്കെ എങ്ങനെയാണ് ആ മാതാവിനെ ആ പിതാവിനെ കാണുക? ഏത് രീതിയിലായിരിക്കും ആ കുട്ടികൾ തന്റെ ഉപ്പയുടെ മുഖത്ത് നോക്കുന്നുണ്ടായിരിക്കുക പിന്നീട് നിരപരാധിയായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും? അപ്പൊ ഒരിക്കലും ആരും, മുതിർന്നവരും ചെയ്യരുത്. പലപ്പോഴും മുതിർന്നവരാണ് കുട്ടികളെ മുന്നിട്ടിറങ്ങിയിട്ട് ഇങ്ങനെ പല പ്രതികാരങ്ങളും ഒപ്പിക്കുന്നത്. പിന്നീട് നമ്മളത് അറിയാറുണ്ട്, പത്രത്തില് ചാനലുകളിലൊക്കെ അറിയാറുണ്ട്. അവര് ആ കേസിൽ നിന്ന് ഊരി പോരാറുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് ചർച്ചകളൊന്നും ഉണ്ടാവാറില്ല, അല്ലെ? സമൂഹത്തിന് മുന്നിൽ അയാൾ വലിയൊരു കുറ്റവാളിയായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുക. കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞതൊന്നും അറിയാറില്ല. ഇവിടെ ജോമോൻ ഒരു നിരപരാധിയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു എന്നാണ് ആ സഹോദരി നല്ലൊരു കാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇനി ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാതിരിക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒത്തിരി സ്നേഹത്തോടു കൂടി റംസാൻ.